നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പറിച്ചുകൊണ്ട് ഇപ്പം ഉണ്ടാക്കിയതല്ലേ, അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ഇപ്പം എല്ലാവരും നമുക്ക് ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചീരയൊക്കെ നട്ടാൽ നമുക്കിങ്ങനെ ഓർഗാനിക് ചീര ഫ്രഷായിട്ട് കഴിക്കാം. ഇതാണ് ഗാർഡൻ ഫ്രഷ് ഓർഗാനിക് ചീരത്തോരൻ. ഇത് ഞാൻ എൻ്റെ ഗാർഡനിൽ നിന്ന് ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്ന് ഫ്രഷായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇത് ചീര കഴിക്കുന്നത് നമുക്ക് ഒത്തിരി ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. അയൺ റിച്ച് ആണ്. അയൺ കുറവുള്ളവരൊക്കെ കഴിക്കണമെന്ന് ഒത്തിരി നല്ലതാണ്. വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്. ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡാണ്. ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ ചീര കിട്ടിയിട്ടുണ്ട്. ഇന്ന് ചീരത്തോരൻ ഉണ്ടാക്കണേ എൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് ഇതേ ഇപ്പോൾ പറിച്ചെടുത്ത് ഇപ്പം തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല ടേസ്റ്റും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്. ചീരത്തോരന് വേണ്ടിയുള്ള ചീരകളൊക്കെ ഇങ്ങനെ പയ്യെ പൊങ്ങി വന്ന് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് വലുതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ ആയി വന്നുള്ളൂ ചുമന്ന ചീരയൊക്കെ. ബ്രിഞ്ചാളാട്ടോ. പിന്നെ ഇതേ മുളകുണ്ട്, ക്യാപ്സിക്കം നട്ടിട്ടുണ്ട്. പിന്നെ അതേ ഞാൻ മല്ലി വെറുതെ ഒന്ന് പാകി നോക്കിയതാണ്. അപ്പോൾ മല്ലിയില ഉണ്ടായി വരുന്നുണ്ട്. ഇത് മിൻറ്റ് ലീവ്സാണ്. പിന്നെ കുറേ ചീരകൾ, ചുമന്ന ചീരകളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ചുമന്ന ചീര ആയിട്ട് ചുമന്ന മാത്രം പറിച്ച് കറി വെക്കണം. ഒരു മുല്ലയാട്ടോ, കട്ടമുല്ലയത്. അപ്പോൾ ഇത് തണുപ്പ് വരുമ്പോൾ അകത്തെടുത്ത് വെക്കണം. ഇപ്പോൾ ചൂട് വന്നപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ പൂ ഉണ്ടാവാൻ തുടങ്ങണുള്ളൂ. ഇതാണ് എൻ്റെ കറിവേപ്പ്. ഇത് തണുപ്പ് മാറുമ്പോൾ പുറത്തോട്ട് ഇറത്ത് വെക്കും, പിന്നെ വീണ്ടും അകത്തേക്ക് വെക്കും. അങ്ങനെയൊക്കെ ഇതിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ചീര ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തു, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തേക്കുവാണ്. അപ്പോൾ ഒരു പാൻ അടപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഇതേ കടുകിടുവാണ്. നമ്മുടെ ഗാർഡൻ ഫ്രഷ് ചീരത്തോരൻ. അപ്പോൾ ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തു. ഒരു പച്ചമുളക്, കുറച്ച് വറ്റൽ മുളക് ചതച്ചത്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനം ഇട്ട് വഴറ്റാൻ പോവുകയാണ്. എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്. ഞാൻ സവാള കൂടുതലിടും. അതാണ് ഞാൻ ഇവിടെ പ്രത്യേകതയായിട്ട് ചെയ്യുന്നത്. കടുക് പൊട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് അടത്ത് വയ്ക്കും. അതിങ്ങനെ പുറത്തേക്ക് തെറിച്ച് പോകാതിരിക്കാൻ ചെയ്യുകയാണ്. ഞാൻ ഉള്ളിയൊക്കെ ഇടുവാണ്. ഉള്ളിയൊക്കെ വഴറ്റി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാറുണ്ട്. ഇതാദ്യം വഴറ്റുന്നു. അപ്പോൾ ഇത് ഉള്ളി വഴഞ്ഞോണ്ടിരിക്കുക. അപ്പം ഞാനിതിൽ തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കും. തേങ്ങ ഇട്ട് അത് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴാണ് ഞാൻ നമ്മുടെ ചീര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തീ കുറച്ച് വെച്ചേക്കും കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇതല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. ഇത്ര സാധനം ഇട്ട് ഒന്ന് ചൂടാവുമ്പോൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഫ്രീസറിലിരുന്ന് അത് ഞാൻ പുറത്ത് വെച്ച് ഒന്ന് ഐസൊട്ടൊക്കെ മാറ്റിയിട്ടാണ് എടുത്തത്. ഇതൊന്ന് ചൂടായി തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി തുടങ്ങുമ്പോഴാണ് നമ്മൾ നമ്മുടെ ചീര ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ ചീര ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ചിട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കിലേ ഒന്നങ്ങ് വാടി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ബാച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒറ്റയടിക്ക് ഇതിലേക്ക് ഇട്ടിരുന്നെങ്കിൽ ഇത് മൊത്തം ഇളക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ പുറത്തൊക്കെ പോവുകയും ചെയ്യും. കത്ത് പിടിക്കാനും ചാൻസ് അടിയിൽ. അപ്പോൾ ഇങ്ങനെ കുറച്ചിട്ട് ഒന്ന് ആയി കഴിയുമ്പോൾ അടുത്ത ബാച്ച് ഇടും. അപ്പോൾ ഇത് കുറച്ച് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒത്തിരി ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യവും ഇല്ല. കുറച്ച് ഓയിൽ ഒഴിച്ച് ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് വാടി കഴിയുമ്പോൾ അടുത്തത് ഇട്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. എണ്ണ കുറച്ച് മതി. ഇതൊന്ന് വാടി ഇപ്പം അടുത്ത് ഇടാം. അങ്ങനെ 3-4 ബാച്ചായിട്ട് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ലാസ്റ്റാണ്. ഇങ്ങനെ ഇട്ട് ഇതൊന്ന് ഇളക്കി ചെറുതായിട്ട് ഇളക്കി എല്ലായിടത്തും നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും
തേങ്ങയൊക്കെ ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ചീരത്തോരൻ റെഡിയായി. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് അത് കിട്ടുകയും ചെയ്യും. ഒത്തിരി വെള്ളം ഒലിച്ച മാതിരി ഒന്നും ഇരിക്കില്ല. നല്ല ഫ്രഷ് ചീരയല്ലേ. ഈ ചീരയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ അല്ലേ. ചീര കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൈറ്റമിൻസ് ഒത്തിരി ഉണ്ട്. പിന്നെ നമുക്ക് ഫൈബർ ഉള്ളതാണ്. നമ്മുടെ ഹെൽത്തിന് ഒത്തിരി ആൻറ്റി ഏജിങ് ആണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണതാണ്. ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതെല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇനി 2 മിനിറ്റ് കഴിയുമ്പം ഇളക്കി തുറന്ന് വെച്ച് അതിൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ 2 മിനിറ്റ് നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കിയിട്ട് ഒത്തിരി നേരം ഇതിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ പച്ച കളറ് നഷ്ടപ്പെടും. അപ്പോൾ ഈ പച്ച കളർ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കണം. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചീരത്തോരൻ ഗാർഡൻ ഫ്രഷ് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പറിച്ചുകൊണ്ട് ഇപ്പം ഉണ്ടാക്കിയതല്ലേ, അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവരും നമുക്ക് ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചീരയൊക്കെ നട്ടാൽ നമുക്കിങ്ങനെ ഓർഗാനിക് ചീര ഫ്രഷായിട്ട് കഴിക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചീര ഇപ്പോൾ ഒരു വർഷം നട്ട അതിൻ്റെ അരി അവിടെ കിടന്ന് തന്നെ മുളച്ച് പിറ്റേ വർഷം വന്നോളൂ. ഞാനിത് നട്ടതൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ വിത്ത് അവിടെ കിടക്കണയാണ് മണ്ണിൽ, തന്നെ മുളച്ച് തന്നെയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു കമൻ്റൊക്കെ ഇടണേ, ഒരു ലൈക്കൊക്കെ പ്രസ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഗാർഡൻ ഫ്രഷ് പച്ചച്ചീരയുടെ തോരൻ. ഇത് ഞാൻ എല്ലാ വർഷവും ഇവിടെ ചീര തന്നെ മുളച്ച് വരും. ഞാൻ നേരത്തെ നട്ടേക്കുന്ന വിത്തുകൾ അവിടെ കിടന്ന് മണ്ണിൽ നിന്ന് മുളച്ച് വരുന്നതാണിത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഫ്രഷ് ചീര നമുക്ക് എല്ലാ ദിവസവും കറി വയ്ക്കാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ചുവന്ന ചീരയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് ഈ ചീരത്തോരൻ്റെ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടുത്തെ. അപ്പം ഒരു ലൈക്കോ കമൻറ്റൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എങ്ങനെ ചീരത്തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു കമൻറ്റൊക്കെ ഇടണേ, ലൈക്കൊക്കെ. Okay, thank you for watching. See you in another video. Bye.